പാവങ്ങളുടെ KFC അതാണിപ്പോൾ ഇതിൻ്റെ പേര്. കപ്പ ഫ്രൈഡ് ചിക്കന്. അങ്ങനെ പറയാം. അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് പുതിയൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തോന്ന് കപ്പെല്ലാം പിടിച്ചിട്ട് കപ്പ പൂള വറുത്തലും പിടിച്ചിട്ട് എന്നാണ് ചെയ്യുന്ന നോക്കുന്നുണ്ടാവും അല്ലേ. പിന്നെ നമുക്ക് പൂള വറുത്തതിനെ കൊണ്ട് ഇപ്പോൾ നമ്മൾ വീട്ടിൽ ഇങ്ങനെ KFC ഉണ്ടാക്കാം. KFC എന്നല്ല, അപ്പോൾ KFC തന്നെയാണ്. അത് കപ്പ ഫ്രൈഡ് ചിക്കൻ KFC. നമുക്ക് നേരെ ഇൻഷാല്ലാ വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ നേരെ KFCയിലേക്ക്. KFCക്ക് ആവശ്യമായ പിന്നെ ചിക്കന്, അതുപോലെ തന്നെ തൈര്, ഇഞ്ചി പേസ്റ്റ്, ഇതുപോലത്തെ കാര്യങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചിക്കന് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് കുറച്ച് പിന്നെ ഹാഫ് ചെയ്തിട്ടുണ്ട്. മുക്കാലോ വേവിപ്പിച്ച് അവിടെ വെച്ചിട്ടുണ്ട് ഓൾറെഡി. ഇത് ഞാൻ വീഡിയോയിൽ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നേരെ മിക്സിങ്ങിലേക്ക് പോവാം. ഇതുപോലത്തെ ഒരു പാത്രത്തിൽ നമ്മൾ ആദ്യമായിട്ട് തൈര് ഒഴിക്കാം. ശേഷം ഇതിലേക്ക് കുരുമുളക് പൊടി ഉണ്ടല്ലോ, അതും കൂടി ആഡ് ചെയ്യാം. പിന്നെ ഉപ്പ്, ഒരു അര സ്പൂണ് ഉപ്പും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നീട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്, അപ്പോൾ അതും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്യണം. നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് ഇതിൽ കുറച്ച് വെള്ളവും കൂടി ആഡ് ചെയ്തിട്ട് ഈ ചിക്കൻ ഇതിലേക്ക് ഇട്ടതിന് ശേഷം 1 മണിക്കൂറോളം ഇത് നമുക്ക് ഫ്രിഡ്ജിൽ റെസ്റ്റിന് വെക്കാം. അപ്പോൾ ഇതിലേക്ക് ചിക്കൻ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചിക്കൻ ആഡ് ചെയ്യുക, എന്നിട്ട് നല്ലോണം ഒന്ന് പിന്നെ മിക്സ് ചെയ്യണം. വെള്ളം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒഴിക്കുക, കാരണം ചിക്കനെ കുറച്ച് എടുത്തിട്ടുള്ളൂ, അതുകൊണ്ട് ചിലപ്പോൾ മുങ്ങാനുള്ള ചാൻസ് ഉണ്ട്. എന്തെങ്കിലും നല്ലോണം മിക്സ് ചെയ്തിട്ട് വെള്ളം വേണ്ടി വരും കുറച്ച്, അപ്പോൾ നമ്മൾ വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം എല്ലാ ചിക്കനും നല്ലോണം പെരക്കിയിട്ട് നിങ്ങളെന്താക്കുക, പിന്നെ 1 മണിക്കൂറോളം പിന്നെ ഇത് റെസ്റ്റിന് വെക്കുക. അതിൻ്റെ ഗ്യാപ്പിൽ നമുക്ക് ഇതിൻ്റെ അടുത്ത പരിപാടികളിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് കപ്പ പിന്നെ ഇത് ചിക്കന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജിൽ. നമുക്ക് ഈ കപ്പ നന്നായിട്ട് പൊടിക്കണം. അതിൻ്റെ എയറൊന്ന് കളഞ്ഞാൽ സെറ്റാവും. ചെറുതായിട്ട് എയർ ഓക്കെ ഇടാണ്. നന്നായിട്ട് ഇത് പൊടിക്കുക. മാക്സിമം എത്ര പൊടിക്കാൻ പറ്റും അത്രയും പൊടിക്കുക. ഇതൊരു കപ്പ എത്തുമോയെന്ന് അറിയില്ല, നമുക്ക് നോക്കാം. കുറച്ച് ചിക്കനുള്ളതുകൊണ്ട് നന്നായിട്ട് പൊടിച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി പൊടിക്കാം. നെക്സ്റ്റ് നമുക്ക് എന്താക്കി ഇതിൻ്റെ മിക്സിങ്ങിൻ്റെ പ്രോസസ്സിലേക്ക് കിടക്കുക. ഇത് കോൺഫ്ലോറാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെയൊക്കെ നമ്മൾ ഏകദേശം 1 സ്പൂണ് പിന്നെ മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഒരു 1/4 സ്പൂൺ ഉപ്പും 1/2 സ്പൂണ് കുരുമുളക് പൊടിയും. ഓക്കെ, ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. മഴ കുറച്ച് മാറി നിന്നിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ പുറത്തുനിന്ന് വീഡിയോ ചെയ്യാൻ പറ്റുന്നത്. അല്ലെങ്കിൽ കുറച്ച് സമയം നല്ല മഴയായിരുന്നു. ഇപ്പോൾ മഴ കുറച്ച് ശമനമുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് സൈഡിലേക്ക് മാറ്റി വെക്കുക. എന്നിട്ട് നമുക്ക് എന്താക്കുക, അണ്ട കോഴിമുട്ട ഒരു 5 എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈനത്ത് മുക്കിയിട്ട് വേണം, ഈനത്തേക്ക് മുക്കിയിട്ട് പിന്നെ വേണം നമുക്ക് കപ്പയിലേക്ക് മുക്കാൻ. അപ്പോൾ മുട്ട ഒരു 5. മുട്ട പൊട്ടിച്ച് നല്ല പരിചയം ഉണ്ടാവില്ല, കാരണം ഓംലേറ്റിന് സ്ഥിരമായിട്ട് അടിക്കുന്നല്ലേ. അതുകൊണ്ട് മുട്ട പൊട്ടിക്കാൻ ഞാൻ പഠിപ്പിച്ചു തരേണ്ട ആവശ്യമില്ല, നന്നായിട്ടറിയാം. ഞാൻ 4 മുട്ട എടുത്തിട്ടുള്ളൂ കേട്ടോ. 5 മുട്ട വാങ്ങിന്. അപ്പോൾ 4 മുട്ട എടുത്തിട്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പൊട്ടിച്ചിട്ട് വയ്ക്കുക. ഇനി വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ. അപ്പോൾ ഇതിലും ചെറുതായിട്ടൊന്ന് ഞാൻ കുറച്ച് ഉപ്പ്, ഇതിനാവശ്യമായ ഒരു ഉപ്പ് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ബീറ്റ് ചെയ്യാം. ഈ ഒരു രീതിയിൽ
പിന്നെ ആക്കി വെക്കാം നമുക്ക്. അങ്ങനെ അടിക്കുമ്പോൾ നോക്കണം കേട്ടോ, ചിലപ്പം പ്ലേറ്റിലും പൊട്ടിപ്പോവും. അങ്ങനെ കുറച്ച് പരിചയമുള്ളതുകൊണ്ട് അങ്ങനെ ഒരു ഏകദേശം ഇത് വെച്ചിട്ട് അങ്ങനെ അടിക്കുന്നതാണ്. ഓക്കെ, ഇതങ്ങനെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താക്കുക, ചിക്കൻ എടുത്തിട്ട് ഈനത്തേക്ക് മുക്കിയിട്ട് പിന്നെ ഈനത്തേക്ക് നമുക്ക്. അപ്പോൾ ചങ്ങായിമാരെ, അപ്പോൾ ഞാൻ ഈ കപ്പക്കകത്ത് കുറച്ച് പിന്നെ ശരിക്കും ഇത് നമ്മൾ ഈ മുളകിൻ്റെ കപ്പില്ലേ, കപ്പ വറുത്തത്, അതാണ് കുറച്ചും കൂടി സെറ്റായിന്. അപ്പോൾ എല്ലാത്തുകൊണ്ട് ഞാൻ എന്താ കുറച്ച് മുളക് വിതറിയിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെ ചിക്കൻ പിന്നെ ഫ്രിഡ്ജിൽ വെച്ചത് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് നമ്മളിങ്ങ് എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം സെറ്റായിട്ടുണ്ട് സംഭവം. ഓക്കെ, നമുക്കിനി എന്താക്കിയത്, പിന്നെ ഒരു പീസ് എടുത്തിട്ട് ഇതുണ്ടോ, നമ്മൾ ഈ കോൺഫ്ലോർ ഉണ്ടല്ലോ, അപ്പോൾ അതിലേക്ക് ഞാൻ പിന്നെ അത് പിടിപ്പിക്കാൻ നമ്മൾ നല്ലോണം ആഡ് ചെയ്യുന്നുണ്ട്. എല്ലാ ഭാഗത്തും നനഞ്ഞ ഭാഗങ്ങളൊക്കെ അത് സെറ്റായിട്ട് നിൽക്കും. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമുക്ക് എന്താക്കിയത്, നമ്മൾ മുട്ടയിലേക്കൊന്ന് മുക്കിയെടുക്കുക. ഓക്കെ, മുട്ടയിലേക്കൊന്ന് മുക്കിയതിൻ്റെ ശേഷം നമുക്ക് ഇത് നമ്മളെ കപ്പയുണ്ടല്ലോ, കപ്പ എല്ലാ ഭാഗത്തും ഒന്ന് ചെയ്യുന്ന രീതിയിൽ അപ്പോൾ ഇങ്ങനെ നമ്മളെല്ലാ പീസും ഒന്ന് സെറ്റാക്കുക. നിങ്ങളൊന്ന് പറ്റുകയാണെങ്കിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ അടർന്നു പോകാനുള്ള ചാൻസ് ഉണ്ട്. ചങ്ങായിമാരെ, അപ്പോൾ നമ്മൾ ഈ KFC കപ്പ ഫ്രൈഡ് ചിക്കൻ്റെ മസാലയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. നമുക്കിനി പൊരിക്കാൻ പോയത്. ഓക്കെ, ഞാൻ ഓൾമോസ്റ്റ് കഷ്ണങ്ങൾ ഇതാക്കിയിട്ടുണ്ട്. ചെറിയ 2-3 പീസ് ഒഴിവാക്കിയിട്ടുണ്ട്, ചെറുതായി പോയിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ ഇത്രയും സാധനങ്ങളുള്ളത് നമ്മൾ നേരെ പൊരിക്കാൻ പോവാം. ഓക്കെ, നമുക്ക് എണ്ണയെല്ലാം വെച്ച് സെറ്റാക്കാം. ഇപ്പോൾ KFC പൊരിക്കാനുള്ള ചട്ടി നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് എണ്ണ ഒഴിക്കാം. സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. ഒരു 1/2 ലിറ്ററോളം സൺഫ്ലവർ ഓയിലിനെ കൊണ്ട് ഞാൻ പൊരിക്കുന്നുണ്ട്. ചെറിയൊരു ചട്ടയാണ്ട് തന്നെ അത്ര മതി അത്. ഇപ്പോൾ എണ്ണ ഇങ്ങനെ തിളച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എണ്ണ ഒന്ന് തിളച്ചാൽ ടെസ്റ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ഇടാം. അപ്പോൾ എണ്ണ നന്നായിട്ട് തിളക്കണം, എന്നിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് ഫ്ലെയിം കുറക്കുക എണ്ണൻ്റെ. എണ്ണ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ കപ്പ ഫ്രൈഡ് ചിക്കനിലെ ആക്കി വെച്ച ഈ സാധനം നമ്മൾ ഇതിലേക്ക് ഇടുന്നുണ്ട്. അപ്പോൾ എണ്ണ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ചെറിയൊരു അംശം പുറത്തേക്ക് പോകും എന്തായാലും, കാരണം എല്ലാം അതിൻ്റെ ഉള്ളിലേക്ക് സെറ്റായിട്ട് വെക്കൂല. ഏകദേശം മുങ്ങേണ്ട രീതിയിൽ നമുക്ക് ഇടാം. എന്നിട്ട് നമുക്ക് എന്താക്കുക, കുറച്ച് ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടൊന്ന് ചെറുതായിട്ട് മറിച്ചിടണം കേട്ടോ. കൂടുതലായിട്ട് മറിച്ചിടാൻ പാടില്ല, അങ്ങനെ കംപ്ലീറ്റ് അങ്ങ് ഇളകിയിട്ടങ്ങ് പോകും. എല്ലാ ഭാഗത്തും ഒന്നിട്ടിട്ട് 2 സ്റ്റെപ്പായിട്ട് ഇടേണ്ടി വരും, കാരണം നമുക്ക് അത്രയും എണ്ണ ഒഴിച്ചിട്ടുള്ളൂ. ചിക്കൻ നമ്മൾ വേവിച്ചുകൊണ്ട് തന്നെ ഏകദേശം ഒരു ബ്രൗൺ കളർ ആയാൽ തന്നെ നമുക്ക് ഇങ്ങ് കോരിയെടുക്കാൻ പറ്റും, കാരണം അത്രയല്ലേ വേണ്ട. ഒരു 10-15 മിനിറ്റൊന്നും വേണ്ട, ഒരു 10 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് ഒരു നല്ല ലോ ഫ്ലെയിം ആണെങ്കിൽ ഈ ഒരു കളറിലേക്ക് വരും. അപ്പോൾ നമുക്കൊന്നുമെല്ലാം പിന്നെ കോരിയും ഇട്ടാൽ സംഭവം സെറ്റാവും. നല്ല മണലും വരുന്നുണ്ട് കേട്ടോ. അതല്ല മോനെ കളറ് സാധനം, യഥാർത്ഥ KFC മിക്കവാറും വെല്ലും കേട്ടത്. അപ്പോൾ നമ്മൾ സെക്കൻഡ് ബാച്ചും കൂടി ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്, രണ്ടാമത്തേത്. അപ്പോൾ അതും കൂടി ഒന്നായിട്ട് നമുക്ക് അതിൻ്റെ ടേസ്റ്റ് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ചങ്ങായിമാരെ, അപ്പോൾ സാധനം കപ്പ ഫ്രൈ ചിക്കൻ ഈ സാധനം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പുതിയൊരു പല വേർഷനിലും കണ്ടിട്ടുണ്ടാവും. ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി എങ്ങനെ ഉണ്ടാവുന്നത്. സംഭവം കാണാനൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി കഴിച്ചു നോക്കാം എന്താ അവസ്ഥ എന്ന്. ടെസ്റ്റ് ചെയ്യാൻ ആൾക്കാരില്ല. അപ്പോൾ സംഭവം അടിപൊളിയായിട്ട് വന്നിട്ട് കാണാൻ പറ്റുന്നുണ്ടോ, നല്ല മണലും വരുന്നുണ്ട്. അപ്പോൾ ഞാൻ 2 സോസ് ഉപയോഗിക്കുന്നുണ്ട്. നല്ല ചൂടുണ്ട് കേട്ടോ, അതുകൊണ്ട് ചിലപ്പോൾ സബ്സ്ക്രൈബ് ഒന്നും പറയാൻ പറ്റില്ല. ചെറിയൊരു കഷ്ണം കടിച്ചു നോക്കാം. ചില്ലി സോസും അതുപോലെ തന്നെ കുറച്ച് ടൊമാറ്റോ സോസ് ഉപയോഗിക്കുന്നുണ്ട്. നല്ല കറുമുറയായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പാവങ്ങളുടെ KFC അതാണിപ്പോൾ ഇതിൻ്റെ പേര്, കപ്പ ഫ്രൈഡ് ചിക്കൻ. ഈ കപ്പ ഫ്രൈഡ് ചിക്കൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ മാക്സിമം ഇത്
ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, അപ്പോൾ നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കണം, എന്നിട്ട് കമൻറ്റ് രേഖപ്പെടുത്തണം ഉണ്ടാക്കിയെങ്കിൽ എന്താ അവസ്ഥ, ടേസ്റ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ കാണാം. അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ, അസ്സലാമു അലൈക്കും.